ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. വാട്സപ്പിൽ ഒരു കിഡിലൻ ഫീച്ചർ, ഒരു മാരക സാധനം വന്നിരിക്കുകയാണ്. സംഭവം നമുക്കറിയാം, നമ്മൾ വാട്സപ്പിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. ബട്ട് ഈ ഒരു ഫീച്ചർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരുപാട് നാളായിട്ട് നമ്മൾ കേൾക്കുന്നതാണ് ഇങ്ങനെ ഒരു ഫീച്ചർ വരുമെന്നുള്ള കാര്യം. അതായത് നമ്മുടെ സാധാരണഗതിയിൽ ഒരു വാട്സപ്പ് മെസ്സേജ്, ഒരു ഫോട്ടോസോ ഒരു വീഡിയോസോ ആരെങ്കിലും അയച്ചു കൊടുത്താൽ അത് അവർ കാണും, ഓക്കെ, അത് അവരിൽ ഇരുന്നോട്ടെ. ബട്ട് ഭാവിയിൽ അത് ചിലപ്പോൾ ഒരു കോടാലിയായിട്ട് നമുക്ക് തന്നെ വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് ഈ ഫോട്ടോസും വീഡിയോസൊക്കെ അയക്കുന്നവർക്ക്. എന്നാൽ അതിനുള്ള ഒരു പരിഹാരം എന്ന രീതിയിലുള്ളൊരു സംവിധാനമാണ് വാട്സപ്പ് കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പം അത് വന്നിരിക്കുകയാണ്. അതായത് നമ്മളൊരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ നമ്മുടെ ഒരു സുഹൃത്തിന് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ കിട്ടുന്നയാൾ ഒരു തവണ അത് കണ്ടു കഴിയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആയി പോകും. അങ്ങനെ ഒരു കിടിലൻ സംവിധാനമാണ് വാട്സപ്പിൽ പുതിയതായിട്ട് വന്നിരിക്കുന്നത്. എന്തായാലും വാട്സപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഫോട്ടോസ് അയക്കുന്ന അല്ലെങ്കിൽ വീഡിയോസ് അയക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് വളരെ നല്ലൊരു ഫീച്ചറായിട്ടാണ് നമുക്ക് തോന്നുന്നത്. പിന്നെ അതിനിടയ്ക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കും. നേരെ വീഡിയോ. ഹായ്, അവൻ ഈ വളച്ചു കിട്ടുന്നില്ല, നേരെ വീഡിയോയിലേക്ക് വരികയാണ്. നമ്മളിതാ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം, ഒരു മെസ്സേജ് അയക്കാൻ പോവാണ്. ഇതെന്റെ പുതിയ അപ്ഡേറ്റഡ് ആയ വാട്സപ്പ് ആണ്. അപ്പോൾ ഇത് ആൻഡ്രോയിഡിലാണ് ഞാൻ ഈ ഒരു സംഭവം ഉള്ളൂ. അപ്പോൾ ഇതിനകത്താണ് ഞാൻ ഈ വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്താണ് ഞാൻ ഈ ഒരു ഫീച്ചർ ഉപയോഗിക്കാൻ പോകുന്നത്. നോർമലി നമുക്ക് മെസ്സേജ് അയക്കാം, ഹായ് അടിക്കുന്ന സാധാരണ മെസ്സേജുകൾ നമ്മളിങ്ങനെ അയക്കും. അതല്ലാതെ ഒരു ഫോട്ടോ നമ്മൾ അയക്കുമ്പോൾ, ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ, ഇപ്പോൾ ഞാനിവിടെ എക്സാമ്പിളിന് ഫോട്ടോ ആണ് അയക്കാൻ പോകുന്നത്. ഒരു ഫോട്ടോ നമ്മൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒരു ഫോട്ടോ അറ്റാച്ച് ചെയ്യുന്നു. അറ്റാച്ച് ചെയ്തതിന് ശേഷം നമുക്ക് അതിലൊരു വേണമെങ്കിൽ എന്തെങ്കിലും ടൈപ്പ് ചെയ്യാനുണ്ടെങ്കിൽ ഹായ് എന്നോ മറ്റോ ടൈപ്പ് ചെയ്യാം. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലായിട്ട് ഒരു നമ്പർ നിങ്ങൾക്ക് കാണാം. 1 എന്ന് പറഞ്ഞൊരു സർക്കിളിനകത്ത് കണ്ടോ, ആ ഒരു 1 എന്നുള്ള ഒരു നമ്പർ. ആ നമ്പറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു നോട്ടീസ് കാണാം. ഈ ഒരു ഫോട്ടോ നമ്മൾ ആർക്കാണോ അയക്കുന്നത് അയാൾക്കത് ഒരു തവണയെ കാണാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ അത് പിന്നീട് കാണാൻ പറ്റില്ല, അത് ഡിലീറ്റ് ആയി പോകുന്ന തരത്തിലുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആണ് വരുന്നത്. ആദ്യമായിട്ടാണ് ഞാൻ വാട്സപ്പ് ഓപ്പൺ ചെയ്യുന്നത്, ഈ ഒരു പുതിയ വാട്സപ്പ് ഓപ്പൺ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു നോട്ടീസ്. ഇനി അങ്ങോട്ട് എനിക്ക് ഈ ഒരു നോട്ടീസ് വരില്ല. ജസ്റ്റ് ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ആ ബട്ടന്റെ കളർ ഒന്ന് മാറും, അത്ര മാത്രമേ ഉള്ളൂ. സോ നമ്മൾ ഈ ഒരു ബട്ടൺ അമർത്തിക്കൊണ്ട് ഈ മെസ്സേജ് സെൻഡ് ചെയ്യാം. സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോ എന്ന് മാത്രമേ കാണിക്കുന്നുള്ളൂ. അവിടെ ഒരു ഇമേജ് അയച്ചതിന്റെ ഇമേജോ അങ്ങനെ ഒന്നും തന്നെ കാണിക്കുന്നില്ല. ജസ്റ്റ് ഫോട്ടോ എന്ന് എഴുതി കാണിക്കുന്നുണ്ട്, അത്ര മാത്രമേ ഉള്ളൂ. അയച്ച ആളെ സംബന്ധിച്ച് അത് മാത്രമേ കാണുന്നുള്ളൂ. മാത്രവുമല്ല, അപ്പുറത്തുള്ള റിസീവർ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന പോലെ ഓപ്പൺഡ് എന്ന് ഇവിടെ എഴുതി കാണിക്കും. ഈ അയച്ച ആൾക്ക് ഈ മെസ്സേജ് വീണ്ടും, ഈ ഒരു ഫോട്ടോ വീണ്ടും കാണാൻ സാധിക്കില്ല. ഓപ്പൺഡ് എന്ന രീതിയിൽ എഴുതി കാണിച്ചാലും നമുക്ക് വീണ്ടും നമ്മൾ ക്ലിക്ക് ചെയ്താലും അയച്ച ആളെ സംബന്ധിച്ച് കഴിഞ്ഞു. അയച്ച സെൻഡ് ബട്ടൺ അമർത്തുന്നതോടുകൂടി കഴിഞ്ഞു. പിന്നെ അയച്ച ആളുടെ ഹിസ്റ്ററിയിൽ ആ ഒരു സംഗതി കാണാനേ പറ്റില്ല. ഓപ്പൺ എന്ന് എഴുതി കാണിക്കുന്നതിന്റെ കാരണം അപ്പുറത്തെ ആൾ അത് ഓപ്പൺ ചെയ്ത് നോക്കി എന്നുള്ളതിന്റെ അർത്ഥമാണ്. ബട്ട് അപ്പോഴും നമുക്ക് അയച്ച ആളെ സംബന്ധിച്ച് ഈ ഒരു ഇമേജ് വീണ്ടും കാണുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്. സോ ഈ ഒരു സംഗതി പക്ക പ്രൈവസിയാണ് ഉദ്ദേശിക്കുന്നത്. സെൻഡ് ചെയ്യുന്ന ആൾ ആ സെൻഡ് ചെയ്യുന്ന നിമിഷം മാത്രമേ ഈ ഒരു ഫോട്ടോ കാണുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ ഓപ്പൺ എന്ന് കാണിച്ചുകൊണ്ട് അത് അവസാനിച്ചു. പിന്നെ അത് ഹിസ്റ്ററിയിൽ ഇല്ല, ഒരിടത്തും ഇല്ല. ആ മെസ്സേജ്, ആ ഒരു ഇമേജ് അവിടെ കാണാനേ സാധിക്കില്ല. സോ അപ്പോൾ നമുക്ക് അയച്ച ആളെ സംബന്ധിച്ച് എങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനം എന്ന് മനസ്സിലായി. പക്ക പ്രൈവസി, വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. റിസീവ് ചെയ്ത ആൾക്ക് എന്ത് സംഭവിച്ചെന്ന് അറിയണ്ടേ. ഞാൻ എൻ്റെ ഐഫോണിലേക്കാണ് സെൻഡ് ചെയ്തത്, ബിസിനസ് വാട്സപ്പിലേക്കാണ് സെൻഡ് ചെയ്തത്. അവിടെ ഈ ഒരു ഫീച്ചർ ഇല്ല. ആ ഫോണിൽ ഈ ഒരു ഫീച്ചർ ഇല്ല. പക്ഷെ ഇല്ലെങ്കിലും അയച്ച ആള് ഇത്തരം ഒരു സംവിധാനം ഉള്ള വാട്സപ്പിൽ നിന്നാണ് അയച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ റിസീവ് ചെയ്ത എന്നെ സംബന്ധിച്ച് ആ ഫോട്ടോ ആ രീതിയിൽ തന്നെയാണ് വരിക. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഫോട്ടോ എന്ന് എഴുതിക്കൊണ്ടാണ് വന്നിരിക്കുന്നത്. അതൊരു ഫോട്ടോ ആണെന്ന് കാണിക്കുന്ന തരത്തിലുള്ള ഒരു മെസ്സേജ് ആണ് വന്നിരിക്കുന്നത്. സോ നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഫോട്ടോ ഡൗൺലോഡ് ആവും. ഒരു തവണ കൂടി ക്ലിക്ക് ചെയ്താൽ അത് ഓപ്പൺ ആയി വരും. ഇപ്പം നമ്മൾ കണ്ടു. അപ്പം നമ്മളിത് ഒരു തവണ കണ്ടു കഴിഞ്ഞു. നമ്മൾ ബാക്ക് അടിക്കാൻ പോവാണ്. ബാക്ക് അടിച്ചു കഴിഞ്ഞാൽ ഓപ്പൺഡ് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് നമ്മളിത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളിതിൽ എത്ര ക്ലിക്ക് ചെയ്താലും ഈ സംഗതി ഓപ്പൺ ആവില്ല. കഴിഞ്ഞു. ആ ഒറ്റ തവണ കൊണ്ട് അത് ഡിലീറ്റ് ആയി പോയി. ഇനി ഇത് ഹിസ്റ്ററിയിലില്ല, ഒരിടത്തും ഇല്ല. ഈ സംഗതി മൊത്തം അങ്ങ് ഡിലീറ്റ് ആയി കഴിഞ്ഞു. പക്ക പ്രൈവസി അല്ലേ. അയക്കുന്ന ആളെ സംബന്ധിച്ച് കാണേണ്ടവർ ഒരു തവണ കണ്ടു, അത് ഡിലീറ്റ് ആയി പോയി. ഇനി ഭാവിയിൽ ആ ഒരു ഹിസ്റ്ററി വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ഇമേജ് വെച്ചുകൊണ്ട് നമുക്ക് ഒരു തരത്തിലുള്ള ഇഷ്യൂസും വരാൻ പോകുന്നില്ല, കാരണം അത് ഡിലീറ്റ് ആയി പോയി. പെർഫെക്റ്റ്. അതേപോലെ ഇത് 7 ഡേ ഡിസപ്പിയറിംഗ് മെസ്സേജ്. നമുക്ക് സാധാരണ മെസ്സേജ് അയക്കുമ്പോൾ 7 ഡേയിൽ ഡിസപ്പിയർ ചെയ്യുന്ന ഒരു മെസ്സേജ് സംവിധാനം ഓൾറെഡി വാട്സപ്പിൽ ഉള്ളതാണ്. ആ ഒരു സംഗതിയല്ലേ ഇത് ഫോട്ടോസും വീഡിയോസും അയക്കാൻ വേണ്ടിയുള്ള സംവിധാനമാണ് കേട്ടോ. സോ അതൊന്ന് വേർതിരിച്ച് മനസ്സിലാക്കിക്കോണേ. ഇനി നിങ്ങൾക്ക് ഇതിന്റെ റിയൽ ടൈം വ്യൂ ഒന്ന് കാണിച്ചു തരാം ഞാൻ, സൈഡ് ബൈ സൈഡ്. സെൻഡ് ചെയ്യുന്ന ഫോൺ ലെഫ്റ്റ് സൈഡിലാണ്, റൈറ്റ് സൈഡിൽ റിസീവ് ചെയ്യുന്ന ഫോണാണ്. അവിടെ നിങ്ങൾക്ക് റിസീവ് ആയിരിക്കുന്ന 3 ഇമേജുകൾ കാണാം. അത് 3ഉം ഒന്നൊന്നായിട്ട് ഞാൻ ഓപ്പൺ ചെയ്യുമ്പോൾ അതിനനുസൃതമായിട്ട് ലെഫ്റ്റ് സൈഡിലെ ഫോണിൽ ഓപ്പൺഡ് എന്ന് കാണിക്കുന്നുണ്ട്. കണ്ടോ, നിങ്ങൾക്ക് ഇവിടെ കാണാം ഓരോ ഫോട്ടോസ്. ഞാനൊരു ജസ്റ്റ് BGM ആയിട്ട് ഒരു സ്ക്രീൻഷോട്ടാണ് ഓപ്പൺ ചെയ്യുന്നത്. അയച്ചിരിക്കുന്ന 3 സ്ക്രീൻഷോട്ടുകളാണ്. അത് 3ഉം അവിടെ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ഓപ്പൺഡ് എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. സോ ഓരോ തവണയും ഇത് കാണാൻ പറ്റും. ഓപ്പൺ ആവുന്നതോടുകൂടി എല്ലാം ഓപ്പൺഡ് എന്ന് കാണിച്ചുകൊണ്ട് 2 വാട്സപ്പിലും അത് അവസാനിക്കും. പിന്നെ ഈ 2 വാട്സപ്പിലും സെൻഡർക്കും റിസീവർക്കും അത് പിന്നീട് ഒരു തവണ കാണാൻ പറ്റുക എന്ന് പറയുന്ന സംഗതി നടക്കുകയില്ല.
പക്ക പ്രൈവസി അല്ലേ, അടിപൊളിയായിട്ടുണ്ട്, നല്ലൊരു സംവിധാനമാണ്. പക്ഷെ ഇതിനകത്തൊരു ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഗതി അപ്പം നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചുകൂടെ ചേട്ടാ എന്നല്ലേ നിങ്ങൾ ചോദിക്കാൻ വരുന്നത്? തീർച്ചയായിട്ടും പറ്റും. ഞാൻ എന്താ ഇവിടെ ഒരു ഇമേജ് അയച്ചിട്ടുണ്ട്, അതിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ എടുക്കുന്നത് കാണാം. ജസ്റ്റ് നമ്മൾ ഫോട്ടോ ഓപ്പൺ ചെയ്യുന്നു, നമുക്കത് കണ്ടാൽ അറിയാം ഫോട്ടോ 1 എന്ന നമ്പർ അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് 1 ടൈം വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ആവും എന്നുള്ള കാര്യം നമുക്കറിയാം. അത് അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അത് വീഡിയോ ആണെങ്കിൽ നമ്മൾ സ്ക്രീൻ റെക്കോർഡ് ഓൺ ചെയ്തിട്ടുകൊണ്ട് അത് ഓപ്പൺ ചെയ്താൽ ഓട്ടോമാറ്റിക് സ്ക്രീൻ റെക്കോർഡ് ആവും. ഞാനിവിടെ ഫോട്ടോ ആണ്, അതുകൊണ്ട് തന്നെ ഇതിവിടെ നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കുകയാണ്. കണ്ടോ, സ്ക്രീൻഷോട്ട് ഈസി ആയിട്ട് എടുക്കാം, സേവ് ചെയ്യാം. സോ അതൊരു പ്രശ്നമാണ്. കാരണം ഇത് ഈ ഒരു ഫോട്ടോ വരുമ്പോൾ തന്നെ 1 ടൈം വാച്ചബിൾ ആണെന്നുള്ളൊരു സൂചന കാണിച്ചുകൊണ്ട് തന്നെയാണ് വരുന്നത്. അത് കാണാൻ പോകുന്നവനറിയാം ഇത് ഒരു തവണ കാണുന്നതോടുകൂടി ഡിലീറ്റ് ആവുമെന്ന്. അപ്പോൾ നമ്മളത് ക്ലിക്ക് ചെയ്തിട്ട് ആദ്യം തന്നെ ചിലപ്പോൾ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കും, അല്ലെങ്കിൽ വീഡിയോ ആണെങ്കിൽ ഒരു സ്ക്രീൻ റെക്കോർഡ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കത് സെപ്പറേറ്റ് ആയിട്ട് സൂക്ഷിച്ച് വെക്കാം. സോ അതൊരു ന്യൂനതയാണ് ഇതിന്റെ. എങ്കിലും വാട്സപ്പിനകത്ത് തന്നെ ഒരു ഫയൽ ഇങ്ങനെ കിടന്നുകൊണ്ട് പിന്നീട് ഒരു പ്രശ്നം ഉണ്ടാകുന്ന ഒരു സംവിധാനം താൽക്കാലികമായിട്ട് ഒഴിവായി കിട്ടുകയാണ്. നമുക്ക് ആ ഒരു സമാധാനം നമുക്ക് കിട്ടും. ബട്ട് സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെക്കുന്ന ബിരുദന്മാരാണെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ചുകൊണ്ട് ഈ ഒരു ഫീച്ചറിനെയും നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ളത് വാസ്തവമാണ്. അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ആ 1 നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ എന്ത് ഫോട്ടോ അയക്കുമ്പോഴായാലും റിസീവ് ചെയ്യുമ്പോഴായാലും ഈ 1 എന്ന നമ്പർ ഇട്ടുകൊണ്ട് തന്നെ അത് സൂചിപ്പിക്കുന്നുണ്ട് ഇത് 1 ടൈം വാച്ചബിൾ ആണ്. ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഈ റിസീവ് ചെയ്യുന്ന ആൾക്കാർ സ്ക്രീൻഷോട്ട് എടുക്കണം എന്നുള്ള ഒരു ഐഡിയ കിട്ടുന്നത്. അത് ആ ഒരു സൂചന അവിടെ ഇല്ലാതെ വെറുതെ ഒരു ഫോട്ടോ പോലെ വരികയാണെങ്കിൽ നമ്മൾ നോർമലി ഓപ്പൺ ചെയ്യും, നമ്മളത് അവിടെ തന്നെ വിടുന്നതോടുകൂടി ആ സംഭവം ഡിലീറ്റ് ആയി പോവുകയും ചെയ്യും. സോ അതൊരു പക്ക പ്രൈവസി ആയേനെ. പക്ഷെ ഇതിപ്പോ റിസീവ് ചെയ്യുന്ന ആൾക്ക് അറിയാൻ പറ്റുന്നതുകൊണ്ട് അയാൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാനോ അല്ലെങ്കിൽ സ്ക്രീൻ റെക്കോർഡ് എടുത്ത് വെക്കാനോ ഒക്കെ ഉള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. സോ ഇതിന്റെ ഒരു പോരായ്മയായിട്ട് വേണമെങ്കിൽ ഇതിനെ പറയാം, അല്ലേ? സോ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ? തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. പിന്നെ ഇത് നമ്മുടെ ഇപ്പോഴത്തെ പ്രൈമറി ഇപ്പം നോർമലി നിൽക്കുന്ന വാട്സപ്പുകളിലേക്ക് എത്തിയിട്ടില്ല, ഐഫോണിലേക്ക് ഒന്നും എത്തിയിട്ടില്ല, ആൻഡ്രോയിഡിലേക്കും എത്തിയിട്ടില്ല. ആൻഡ്രോയിഡിന്റെ ബീറ്റ വെർഷനിൽ പക്ഷേ അവൈലബിൾ ആണ്. ബീറ്റ വെർഷൻ നമ്പർ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. വെർഷൻ 2.21.14.3 ഈ ഒരു ഇതിലാണ് വന്നിരിക്കുന്നത്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ APK മിറർ പോലുള്ള സൈറ്റുകളോ അല്ലെങ്കിൽ APK പ്യൂർ പോലുള്ള സൈറ്റുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗൂഗിളിൽ സെർച്ച് ചെയ്ത് എവിടെയെങ്കിലും ഡൗൺലോഡ് ചെയ്യാം. പക്ഷെ അത് സേഫ് ആണെന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും സേഫ് അല്ല. തേർഡ് പാർട്ടിയിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്നത് സേഫ് അല്ല എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. നിങ്ങൾക്ക് ഇത് പരീക്ഷിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡൗൺലോഡ് ചെയ്ത് പരീക്ഷിക്കാം. അങ്ങനെ പരീക്ഷിക്കുമ്പോൾ നമ്മൾ ഈ ഒരു വാട്സപ്പ് നമ്മുടെ കയ്യിൽ ഈ ഒരു ബീറ്റ എടുത്ത് നമ്മൾ സെൻഡ് ചെയ്യും, നമുക്ക് ആ ഫീച്ചർ ഉണ്ട്. മറ്റുള്ള സുഹൃത്തുക്കളുടെ കയ്യിൽ ഈ ഫീച്ചർ ഇല്ലാത്തവർക്ക് അയച്ചാൽ ഇത് വർക്ക് ചെയ്യുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വർക്ക് ചെയ്യും. കാരണം ഞാൻ എൻ്റെ ആൻഡ്രോയിഡ് ഫോണിൽ ബീറ്റ വെർഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് അതിൽ നിന്ന് സെൻഡ് ചെയ്തു. ആ ഫീച്ചറുള്ള ഫോണിൽ സെൻഡ് ചെയ്തിരിക്കുന്നത് എൻ്റെ ഐഫോണിലേക്കാണ്. അതിൽ യാതൊരുവിധ ഫീച്ചറും ഇല്ല. അത് നോർമൽ വാട്സപ്പാണ്. അതിൽ ഈ ഫീച്ചർ വന്നിട്ടില്ല. അതിലേക്ക് സെൻഡ് ചെയ്തിട്ടുള്ള സംവിധാനമാണ് നിങ്ങൾ കണ്ടത്. അതുകൊണ്ട് അത് വർക്ക് ചെയ്യും. നിങ്ങൾക്ക് വേണമെങ്കിൽ ബീറ്റ ഒക്കെ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്ത് നോക്കാം. സോ ഫീച്ചർ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ നമ്മൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. സോ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ.